ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ അല്ല, മാസങ്ങളെടുത്താണ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ എത്തിച്ചത്. ഒരുമിച്ചെടുത്ത വീഡിയോ അല്ല, ജസ്റ്റ് റാൻഡം ക്ലിപ്സ് ഒക്കെ ചേർത്ത് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടി വീഡിയോ ആയിരിക്കും. ലോങ് വീഡിയോസ് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് കുറച്ച് ലാഗ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ബോറടിക്കുകയാണെങ്കിൽ സജഷനൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആവും. നമ്മുടെ പേപ്പർ ഡോൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഓർഗനൈസർ അതായിരുന്നു ഫസ്റ്റ് വേണ്ടത്. നല്ല പീസ് കാർഡ്ബോർഡ് കയ്യില്ലാത്തതുകൊണ്ട് 3mm തിക്നെസ്സിൽ വരുന്ന 30x30 cm MDF ബോർഡ് ഉണ്ടായിരുന്നു. അതിലാണ് ഇത് ചെയ്തെടുത്തത്. സൈസും കാര്യങ്ങളൊക്കെ പറയാനും മാത്രമില്ല, കാരണം കയ്യിലുള്ളത് ഫിറ്റാവാൻ പാകത്തിനടുത്താണ്. ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പകുതി വെച്ച് കട്ട് ചെയ്ത് ഫിറ്റ് ആയിരിക്കാൻ പാകത്തിന് വെച്ചതായിരുന്നു. ഫെവിക്കോൾ SH വെച്ചായിരുന്നു ഒട്ടിച്ചത്. ഇത് കാർഡ്ബോർഡ് പോലെയുള്ള സാധനങ്ങൾ ഒട്ടിക്കാൻ ബെസ്റ്റാണ്. 26 പേപ്പർ ഡോൾസിൽ 3 റോ വരുന്ന 2 സെറ്റായിരുന്നു റെഡിയാക്കിയത്. അതിൽ കംപ്ലീറ്റ് വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുത്തു. ബാക്കിൽ ഒട്ടിച്ചിരിക്കുന്നത് നോർമൽ കാർഡ്ബോർഡിൻ്റെ പീസാണ്. 2-3 കോട്ടടിക്കേണ്ടി വന്നെങ്കിലും സാധനം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയൊക്കെയുള്ള ഓർഗനൈസർ സെറ്റാക്കാനായിരുന്നു പ്ലാൻ. ആൻഡ് അതെന്നെ കൊണ്ട് പറ്റും വിധത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തുണ്ട് പീസ് കാർഡ്ബോർഡ് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ മെഷർമെൻറ്റ് പറയാനോ ആയിട്ട് സത്യം പറഞ്ഞാൽ പറ്റില്ല. ബട്ട് ഞാൻ ചെയ്തത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അകത്തുള്ള ഇത് ചെയ്യാനായിട്ട് ലെങ്ത്ത് വിഡ്ത്ത് വേണ്ട സൈസ് എടുക്കുക. ലെങ്ത്തിൻ്റെ 2 പീസും വിഡ്ത്തിൻ്റെ 2 പീസും. പക്ഷേ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ സൈഡ്സ് കുറച്ച് പുറത്തോട്ട് നിൽക്കാൻ പാകത്തിന് നിർത്തണം. എന്നിട്ട് അടിയിലായിട്ടൊരു കാർഡ്ബോർഡ് കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ഔട്ട് സൈഡും ഇതേപോലെ കുഞ്ഞു പീസസ് വെച്ച് ഒപ്പിച്ചതാണ്. പുറമെ കാണുന്ന ലുക്ക് മാത്രമേ നോക്കിയിട്ടുള്ളൂ. 3 പീസായി കാണാനായിട്ട് ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് വെച്ച് കമ്പാർട്ട്മെന്റ് ആക്കിയതാണ്. പിന്നെ 2 കാർഡ്ബോർഡ് ചേർത്ത് ഒട്ടിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തിട്ടുള്ളതും. സൈഡ്സ് ഒക്കെ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. A4 ഷീറ്റ് വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്തു. പീസ് ആയതുകൊണ്ട് തന്നെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വൃത്തിയില്ലെങ്കിലോ എന്ന് പേടിയായിരുന്നു. ടിഷ്യൂ ടേപ്പ് അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഇത് യൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ പേപ്പർ നല്ല രീതിക്ക് ചുളിവ് വീഴും. മാസ്കിൻ ടേപ്പ് ചുക്കിച്ചുളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഞാൻ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീതി കുറവുള്ളതുകൊണ്ട് വിചാരിച്ച പോലെ ഒട്ടിയുണ്ടായിരുന്നില്ല. സോ സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പെയിന്റ് അടിക്കാനായിട്ട് മടിയുള്ളതുകൊണ്ട് ഞാനിവിടെ ഫോം ബോർഡ് വെച്ച് ഒട്ടിച്ചെടുത്തു. ഞാൻ ഈ ഓർഗനൈസർ കംപ്ലീറ്റ് ഫോം ബോർഡ് വെച്ച് ചെയ്യാനാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് എൻ്റെ കയ്യിലുള്ളത് തീരെ കനല്ല. വെയിറ്റ് ഉള്ളത് ഇരിക്കാനും മാത്രമുള്ള ശേഷി എൻ്റെ ഫോം ബോർഡിനില്ല. അതുകൊണ്ടാണ് കാർഡ്ബോർഡ് വെച്ച് ചെയ്തത്. രാവിലെ ഉറങ്ങി എണീറ്റ് എടുത്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇത്ര വൃത്തിക്ക് കിട്ടുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇട്ട എഫേർട്ടിനുള്ള ഔട്ട്പുട്ട് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന പോലെയായിരുന്നു എൻ്റെ റൂമിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. കംപ്ലീറ്റ് വൈറ്റ് പെയിന്റ് ചെയ്ത് അതിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. വിൻഡോ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡെസ്ക് ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നൈറ്റ് ടൈം റെക്കോർഡ് ചെയ്യുമ്പോൾ ലൈറ്റ് കുറവായതുകൊണ്ട് ഒരു ലൈറ്റും പിന്നെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ നേരം യൂസ് ചെയ്യാനായിട്ട് ഒരു പ്ലഗ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്യാനും വർക്ക് ചെയ്യാനായിട്ട് 2 ടേബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ബട്ട് ടേബിൾ വിൻഡോ ചേർത്തിട്ടാ വീഡിയോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വുഡൻ കളർ ടേബിളൂടെ വൈറ്റ് കളറാക്കി L ഷേപ്പിലിട്ടിരിക്കുന്നതാണ്. ലാസ്റ്റ് കാണുന്ന പോർഷൻ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെ മുകളിൽ മൾട്ടിവുഡ് പീസ് വെച്ച് ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത പോലെ വെച്ചിരിക്കുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ നാച്ചുറലായിട്ട് കിട്ടും ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് അവിടെ ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഫസ്റ്റ് ഈ ഓർഗനൈസർ വെച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് പേപ്പർ ഡോൾസ് വെക്കാനായിട്ടുള്ള ഓർഗനൈസേഴ്സ് വെക്കുന്നത്. അല്ലെങ്കിൽ പെൻ ഹോൾഡർ ഒക്കെ വെക്കുമ്പോൾ പേപ്പർ ഡോളിൻ്റെ വിസിബിലിറ്റി വല്ലാതെ അങ്ങനെ കിട്ടില്ല. പിന്നെ പേപ്പർ ഡോൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പേപ്പർ ഡോൾ വെക്കുന്ന 2 സ്റ്റോറേജ് യൂണിറ്റും തമ്മിൽ ചെറിയൊരു ചരിവുണ്ട്. ബട്ട് പിന്നെ ഞാനത് ഒട്ടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഈ 3 ക്യാപ്സും എനിക്ക് വളരെയധികം പ്രീഷ്യസ് ആണ്. സോ അതോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഓർഗനൈസേഴ്സ്, ബുക്ക് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ബട്ട് ഇത് ഡെസ്കിൻ്റെ ലുക്കൊക്കെ നോക്കി ക്യൂട്ടാക്കാനൊക്കെ നോക്കിയിട്ട് പകുതി സാധനങ്ങൾ എനിക്ക് പുറത്ത് വെക്കേണ്ടി വന്നു. സോ പിന്നീട് അത് ഞാൻ മാറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭംഗി മാത്രം നോക്കിയാൽ സാധനങ്ങളൊക്കെ എന്തായാലും ചെണ്ടപിന്നമായി കിടക്കും. പെയിന്റ് അടിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് ചുമരിൽ വാൾ പോസ്റ്റേഴ്സ് ഒന്നും ഒട്ടിക്കുന്നില്ല എന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ പിന്നെ തോന്നി കുറച്ച് ഒട്ടിച്ചേക്കാന്ന്. ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്റർ മാത്രം അറേഞ്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെയാണ് ഈ ഏരിയയുടെ ലുക്ക്. പിന്നെ ബാക്കിയുള്ള ഓർഗനൈസർ വെച്ചപ്പോഴാണ് ഓർത്തത് ഡ്രോയിങ് വരച്ചിട്ട് വെച്ചില്ലല്ലോ എന്ന്. സോ അതുകൂടി എടുത്ത് വെച്ചു. മൊത്തത്തിൽ ഡെസ്കിൻ്റെ ലുക്ക് ഇപ്പം ഇങ്ങനെയാണ്. വലിയ ക്യൂട്ട് എസ്തെറ്റിക് ഒന്നുമല്ല. ആസ് ആൻ അനിമെ ഫാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. ഓർഗനൈസറിനകത്ത് പുറമേ കാണാൻ അങ്ങനെ വലിയ മെച്ചുള്ള ഐറ്റംസ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പാറ്റേൺ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ആൽക്കഹോൾ മാർക്കേഴ്സ്, ബുക്സ് അതൊക്കെ ഒന്ന് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഓർഗനൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഷോർട്ട് വീഡിയോ ചെക്ക് ചെയ്താൽ മതി, അവിടെ കിടപ്പുണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓവർഹെഡ് മൊബൈൽ സ്റ്റാൻഡാണ് യൂസ് ചെയ്യുന്നത്. എങ്ങോട്ട് വേണമെങ്കിലും പൊക്കിയും താഴ്ത്തിയും എല്ലാം വെക്കാൻ പറ്റും. ടേബിളിൽ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം മെസ്സിയാണ്. ഈ ഒരു ഓർഗനൈസറിൻ്റെ മുകളിലായിട്ടാണ് മൾട്ടിവുഡിൻ്റെ പീസ് വെച്ച് ഞാൻ ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കാണിച്ച അറേഞ്ച്മെൻറ്റിൽ വെച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫൈനലി ഈ ഒരു ഓർഗനൈസറിലാണ് ഞാൻ എൻ്റെ ജേണൽ സപ്ലൈസ്, ആർട്ട് സപ്ലൈസ് എല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. വാളിൽ ബാക്കിയുള്ള സ്പേസിലൊക്കെ ആയിട്ട് ഞാൻ ചെയ്ത് വെച്ച ഡ്രോയിങ് സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ട്. തൽക്കാലത്തേക്കൊന്നും ചെയ്യുന്നില്ല. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, സജഷൻസ് ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരാൻ. അണ്ടിൽ ദെൻ ബൈ ബൈ.